തൻ്റെ അയൽക്കാരൻ കേശവൻ ഇങ്ങോട്ടാണെന്ന് തോന്നുന്നു. ഏയ് എന്നോടത്ര സുഖമൊന്നുമല്ല, നിന്നെ കണ്ടിട്ട് വന്നതായിരിക്കും. എന്നെ അരമണിക്കൂർ മുമ്പ് പഞ്ചായത്തിൻ്റെ അവിടെ വെച്ച് കണ്ടതാ. ഇത് തന്നെ കാണാൻ തന്നെ. നിങ്ങൾ പരസ്പരം പാരപണിയുന്ന മാതൃക അയൽക്കാരാണല്ലോ. ആ പഹയന്റെ മോന്ത കണ്ടാലേ ഈ ആഴ്ച പോക്കാം. അവൻ്റെ കയ്യിൽ കത്തോ മറ്റേ ഉണ്ട്. ചിലപ്പോൾ അവൻ്റെ കല്യാണമായി കാണും. വിളിക്കാൻ വരുന്നതായിരിക്കും. കല്യാണം ഞാൻ അറിയണ്ട. ശരിയാ, അത് മുടക്കലാണല്ലോ തൻ്റെ പണി. ഞാൻ മുടക്കിയിട്ട് വേണോ? ഇവനൊക്കെ ആരാ പെണ്ണ് കൊടുക്കണത്? പിന്നെയാണ് കല്യാണം വിളിക്കാൻ വന്നത്. അവന്റെ 3 ചേട്ടന്മാരുടെ കല്യാണത്തിന് എന്നെ വിളിച്ചു. ഇവന്റെ 3ാമത്തെ ചേട്ടൻ കെട്ടിയിരിക്കുന്നത് എന്റെ വകയിലുള്ള ഒരു പെണ്ണിനെയാണ്. എന്നിട്ട് ഈ സാമദ്രോഹി എന്നെ കല്യാണം വിളിച്ചില്ല. പിന്നെയാണ് ഇത്. അതിന് ഇവിടെയും പല ചടങ്ങുകൾക്ക് അവരെ വിളിക്കാറില്ലല്ലോ. എന്തായാലും വീട്ടിൽ വരുന്ന അതിഥികളോട് മര്യാദക്ക് പെരുമാറും. ചിലപ്പോൾ വല്ല അമ്പലപ്പിരിവായിരിക്കും. എന്തായാലും നമ്മൾ നമ്മളെ മര്യാദ കാണിക്കണം. എനിക്ക് അവനോട് സംസാരിക്കണ്ട. ചിലപ്പോ എന്റെ നിയന്ത്രണം വിട്ടു പോവും. വരുന്നു. ഇതാര് കേശവനാ? വാ ഇരിക്ക്. നിന്നെ ഇന്ന് പുറത്തൊന്നും കണ്ടില്ലല്ലോ എന്ന് ഞാൻ ഇപ്പൊ എന്നോട് പറഞ്ഞതല്ലേ. വീട്ടിലൊരു വിശേഷം നടക്കുമ്പോ അയൽക്കാരെയല്ലേ ആദ്യം അറിയിക്കേണ്ടത്. അപ്പൊ നിന്റെ കല്യാണമായോ? എവിടുന്നാ പെണ്ണ്? ഇവനാണോ പെണ്ണിന് ഷാ? പെണ്ണുങ്ങളെ ക്യൂ നിൽക്കുമല്ലേ? കല്യാണമൊന്നുമല്ല. എല്ലാവരും നിങ്ങളെ പോലെ നല്ല മനസ്സുള്ളവരൊന്നുമല്ല. തിരിച്ചു കാണിച്ചിട്ട് പാരപണിയുന്ന ചില ജന്തുക്കളും നാട്ടിലുണ്ടേ. അത് കാരണം ആലോചനയൊന്നും ഒരു കരക്കെത്തിയില്ല. ഇത് വേറെ വിഷയം. നീ നിരാശപ്പെടണ്ട, എല്ലാം നടക്കും. ഞങ്ങളൊക്കെ ഇല്ലേ ഇവിടെ? ഞാൻ കാണിച്ചിട്ടാ. അതെനിക്കറിയാം. അതാണല്ലോ എന്റെ സമാധാനം. ഓരോന്നും ഒമ്പറും പോരാ. കല്യാണമല്ലേ, പിന്നെ എന്താ വിശേഷം? വരുന്ന ശനിയാഴ്ച എൻ്റെ വീട്ടിൽ അലക്കുകല്ല് പണിയാണ്. രാവിലെ 8 മണിക്കാണ് മുഹൂർത്തം. നമ്മുടെ ശിവദാസനാണ് മേസ്തരി. അലക്കുകല്ലിന്റെ തറ പണിയുന്നതിനും കോഴിക്കോട് പണിയുന്നതിനും ആരെങ്കിലും നോട്ടീസ് അടിച്ച് വിളിക്കൂ? നീ കാലത്തെ വീട്ടിൽ കയറി വന്ന് ആളക്കളിയാക്കുകയാണ്. ഒരിക്കലുമില്ല. അയൽക്കാരെ മാത്രമേ വിളിക്കണുള്ളൂ. നമുക്ക് ഒരുമയല്ലേ വേണ്ടത്. ഒരുമയുണ്ടെങ്കിൽ എരുമയുടെ പുറത്തും കിടക്കാന്നാണല്ലോ. ഇതുകൊണ്ടും തീർന്നില്ല. പിന്നെ എൻ്റെ മൂത്ത ചേട്ടനുണ്ടല്ലോ, ബാബു. നമ്മുടെ തിരുവനന്തപുരത്ത് ജോലിയുള്ള? അതെ, പുള്ളി അവിടെ പുതിയൊരു വീട് മേടിച്ചു. അവനവിടെ സെറ്റിലാകാൻ തീരുമാനിച്ച? വലിയ നാട്ടുമ്പുറം സ്നേഹിയും നൊസ്റ്റാൾജിയും പറയുന്ന ആളായിരുന്നല്ലോ. ഇപ്പൊ വീട് വാങ്ങിച്ചിരിക്കുന്ന സ്ഥലവും അത്യാവശ്യം പച്ചപ്പും ഹരിതാപയൊക്കെ ഉള്ള സ്ഥലമാണ്. ആ എന്നാ കൊള്ളാം. നീ പറഞ്ഞു വന്ന കാര്യം പറ. അതായത് അത്യാവശ്യം വലിപ്പമുള്ള വീടാണ്. അതുകൊണ്ട് അച്ഛനെ കൂടി അങ്ങോട്ട് കൊണ്ടുപോയാലോ എന്ന് ചേട്ടനൊരു ആലോചന ഉണ്ട്. അത് നല്ലതാ. ഗോപിച്ചേട്ടനും അതൊരു ചേഞ്ച് ആവും. അവിടെ ചെയ്യുമ്പോ ബാബുവിന്റെ ഭാര്യയും പിള്ളേരും ഒക്കെ ഉള്ളതുകൊണ്ട് സമയം പോണത് അറിയില്ല. ഇവിടെ നീ ജോലിക്ക് പോയി കഴിഞ്ഞാൽ ഒറ്റയ്ക്കല്ലേ പാവം. ശരിയാ, മിണ്ടാനും പറയാനും ആളുടെ തന്നെ ഒരു ആശ്വാസം. അച്ഛൻ ഞായറാഴ്ച രാവിലെ വീട്ടിൽ നിന്ന് പോകും. ഞായറാഴ്ച വെളുപ്പിനാണ് ട്രെയിൻ. അപ്പൊ ഇനി ഗോപിച്ചേട്ടനെ മുഖതാവിൽ കണ്ട് സംസാരിക്കണമെങ്കിൽ തിരുവനന്തപുരം വരെ പോകണം. വേണ്ട, വീഡിയോ കോളിൽ എപ്പോൾ വേണമെങ്കിലും സംസാരിക്കാമല്ലോ. ചേട്ടന്റെയും ചേട്ടത്തിന്റെയും വാട്സപ്പ് നമ്പർ ഈ കാർഡിലുണ്ട്. ആവശ്യം വരുമ്പോൾ ഉപയോഗിക്കാം. അപ്പോ ഫുൾ സെറ്റപ്പാണ്. അപ്പൊ ഞങ്ങൾ ഇനി എന്താണ് വേണ്ടത്? ശനിയാഴ്ച അലക്കുകല്ല് പണിയണമെന്ന് നിരീക്ഷിക്കാനും ഞായറാഴ്ച ഗോപിച്ചേട്ടന് യാത്രയാക്കാനും വരണം അല്ലേ? വരാൻ പറ്റിയില്ല എന്ന് വെച്ചാലും കുഴപ്പമൊന്നുമില്ല. കാര്യങ്ങൾ ബോധ്യപ്പെട്ടാലും മതി. അല്ലെങ്കിൽ ചിലപ്പോൾ അച്ഛൻ പോയി കഴിയുമ്പോൾ ഞാൻ അച്ഛൻ അലക്കല്ലിന്റെ അവിടെ സമാധിയാക്കി എന്നൊക്കെ വാർത്ത പ്രചരിപ്പിക്കാൻ സാധ്യതയുണ്ടേ. ചേട്ടൻ അങ്ങനെ പറഞ്ഞു നടക്കുന്നല്ല. ഇപ്പൊ സമാധിയുടെ സീസൺ ആണേ. അപ്പൊ വരട്ടെ. അവൻ നമ്മളെ വിദഗ്ധമായിട്ട് ആക്കിക്കളഞ്ഞല്ല മണി. അതെ അതെ.